റിപ്പബ്ലിക് ദിനത്തിൽ പൗരപ്രമുഖർക്ക് രാജ്ഭവൻ ഒരുക്കുന്ന അറ്റ് ഹോം വിരുന്നിന് 20 ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ. തുക ആവശ്യപ്പെട്ട് നേരത്തെ രാജ്ഭവൻ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ഇക്കഴിഞ്ഞ ജനുവരി 5-നാണ് തുക അനുവദിക്കാൻ മുഖ്യമന്ത്രി അനുമതി നൽകിയത്. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, പലപ്പോഴും ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവർണറും സർക്കാരുമായിട്ടുള്ള ഈ പല പ്രശ്നങ്ങളും നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എവിടെയാണ് തീരുമാനം, എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് സംശയം ഉണ്ടാകാറുണ്ട്. ഈ ഒരു അറ്റ് ഹോം അതിനു വേണ്ടിയിട്ട് തുക അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴല്ലേ? തീർച്ചയായും സ്മിത, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പൗരപ്രമുഖർക്ക് ഒരുക്കുന്ന സൽക്കാര വിരുന്നാണ് അറ്റ് ഹോം പരിപാടി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് രാജ്ഭവൻ ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരും ഈ ഗവർണറുമായും തമ്മിൽ പലതവണ അല്ലെങ്കിൽ പലതരത്തിൽ ഏറ്റുമുട്ടലുകളും വാക്കേറ്റങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുമ്പോഴും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ അതിലൊരു സമവായം കണ്ടെത്തുന്നതിന് ഇത്തരം പരിപാടികൾ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിക്ക് രാജ്ഭവൻ ആവശ്യപ്പെട്ട തുക സർക്കാർ കൈമാറുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാർ ഇത്തരത്തിൽ രാജ്ഭവന്റെ നിർദ്ദേശങ്ങൾ എല്ലാ കാലത്തും പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഡിസംബർ 22-ന് സർക്കാരിന് രാജ്ഭവൻ കത്ത് നൽകുന്നത്. ഈ പരിപാടിക്ക് വേണ്ടി ഇത്ര തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സർക്കാരിനെ രാജ്ഭവൻ സമീപിച്ചത്. തുടർന്ന് ഈ മാസം ജനുവരി 5-ാം തീയതിയാണ് മുഖ്യമന്ത്രി പണം അനുവദിക്കാൻ അനുവാദം നൽകുകയും തുടർന്ന് ഇപ്പോൾ ധനവകുപ്പ് പണം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ചടങ്ങിൽ മുഖ്യമന്ത്രിയും കുടുംബവും പങ്കെടുക്കുമെന്ന ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. കാരണം ഈ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടെങ്കിൽ കൂടിയും സർക്കാരിനെ നിലവിൽ വലിയ പ്രതിരോധത്തിലാക്കാതെ നയപ്രഖ്യാപന പ്രസംഗമടക്കം നടത്തുമെന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അനുനയ ചർച്ചയ്ക്കും ഒപ്പം തമ്മിലുള്ള ഈ പിണക്കങ്ങളൊക്കെ തന്നെ ഇല്ലാതാകാനുള്ള ഒരു വേദി കൂടി ഈ അറ്റ് ഹോം പരിപാടി മാറുമെന്നതാണ് പ്രധാനമായും എല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അതാത് ജില്ലകളിൽ ചുമതലയുള്ള മന്ത്രിമാർ ഒരുപക്ഷെ ചടങ്ങിൽ പങ്കെടുത്തെന്ന് വരില്ല. പക്ഷേ തിരുവനന്തപുരത്തുള്ള മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഒപ്പം മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ തന്നെ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വരും. ഈ ചടങ്ങ് നടത്തിപ്പിനും സംഘാടനത്തിനും ആയി വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ 20 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. സ്മിത. ശരി, MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ പൗരപ്രമുഖർക്ക് രാജ്ഭവൻ ഒരുക്കുന്ന അറ്റ് ഹോം വിരുന്നിനാണ് ഇപ്പോൾ സർക്കാർ 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. തുക ആവശ്യപ്പെട്ട് നേരത്തെ രാജ്ഭവൻ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് മഞ്ഞുരുകുമോ, ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഇതോടെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു അല്പമയവ് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്.